24, അച്ഛാ 25, ഓ എനിക്കൊരു കാര്യം പറയണ്ടേ. എന്താണ്? നമ്മളെ അടുത്ത വീട്ടിലെ ഭാഗ്യലക്ഷ്മി ഇല്ലേ, അവളെ കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താ? നല്ല കുട്ടിയാ. നമുക്ക് അവളെ വിവാഹം ആലോചിച്ചാലോ? ഏയ് അവള് വേണ്ട. അത് രണ്ടാകട്ടാ. എന്റെ അച്ഛ, ഭാഗ്യലക്ഷ്മിയുടെ വിവാഹത്തിന്റെ ദിവസം ഒരു ആക്സിഡന്റ് അവളുടെ ഭർത്താവ് മരിച്ചു. സത്യം പറഞ്ഞ ഒരു ദിവസം പോലും അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ടില്ല. പിന്നെ എന്താണ് പ്രശ്നം? ഏയ് അത് ശരിയാവില്ല. അവള് നമ്മുടെ ജാതിയല്ല. നാട് മുഴുക്കെ പ്രബുദ്ധത നവോത്ഥാനം പറഞ്ഞു നടക്കും. സ്വന്തം കാര്യം വരുമ്പോ ഇതൊന്നുമില്ല. ജാതി മതം ഒക്കെ നോക്കും. എടാ, ഉപദേശമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാ. പിന്നെ ചെറുപ്പം മുതലേ നമുക്ക് അറിയാവുന്ന കുട്ടിയല്ലേ. അതിന് സ്വഭാവ ഗുണമുണ്ട്. പക്ഷേ നല്ല സ്വഭാവം, നന്നായി പാചകമൊക്കെ ചെയ്യും, നല്ല വിദ്യാഭ്യാസമുണ്ട്. പോരെ? അതൊക്കെ ശരിയാണ്. അവൾ നമ്മളെ പാർട്ടിക്കാരിയല്ല. അവളുടെ മരിച്ചുപോയ അച്ഛൻ പണ്ട് നമ്മളെ പാർട്ടിക്കെതിരെ മത്സരിച്ച ആളാ. ഓർമ്മയില്ലേ എനിക്ക്? അതൊക്കെ പണ്ടല്ലേ. അങ്ങനെയൊക്കെ മരിച്ചിട്ട് തന്നെ വത്തുവല്ലേ. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറക്കാൻ പറ്റുമോ? മാത്രമല്ല, നമ്മളെ പാർട്ടിയെ വിശ്വസിക്കുന്നവരെ കല്യാണം കഴിക്കുന്നതായിരിക്കും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അതിപ്പോ എനിക്കത് മാത്രമാണ് പ്രധാനം. മറ്റു പാർട്ടിക്കാരെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. പക്ഷേ ഒന്നുകൂടെ ചിന്തിച്ചിട്ട്. ഒരു പക്ഷവുമില്ല. അവളുടെ ജാതകം നിന്റെ ജാതകമായി ചേരില്ല. എടാ, നിന്റെ ജാതകം ശുദ്ധാണ്. അവൾക്ക് സൈറ്റ് ചൊവ്വയുണ്ട്. അതുകൊണ്ട് അവളുടെ ആദ്യ ഭർത്താവ് മരിച്ചത്. എനിക്ക് ജാതക പൊരുത്തം പ്രധാന. അതുകൊണ്ട് അത് ശരിയാവില്ല. ഞാൻ സമ്മതിക്കില്ല. വേണ്ട. ഈ ഓളെ അങ്ങ് മറന്നേക്ക്. തൽക്കാലം അതാ നല്ലത്. നിങ്ങളുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞോ? യഥാർത്ഥത്തിൽ എന്താണ് അങ്ങേരുടെ പ്രശ്നം? അച്ഛന്റെ പ്രശ്നം നിന്റെ രാഷ്ട്രീയാണ്. രാഷ്ട്രീയോ? പണ്ട് മരിച്ചുപോയ നിന്റെ അച്ഛൻ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ മത്സരിച്ച് ജയിച്ചിരുന്നല്ലോ. അതിന് ആ ഒരു ദേഷ്യം അച്ഛന്റെ മനസ്സിൽ പോകുന്നില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? നീ തന്നെ പറ. മാക്സിമം അച്ഛനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പണ്ടെപ്പോഴോ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ എന്റെ അച്ഛൻ പണ്ട് ജയിച്ചേന്. അതാണ് പ്രശ്നമായത്. ഇപ്പൊ എന്നോട് ദേഷ്യം തീർക്കുന്ന എന്തിനാ? അത് ശരിയാണ്. ഈ കഥയിൽ ഞാൻ എന്ത് പിഴച്ചു? വിനയേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. എന്ത് ചെയ്യാം? ഞാൻ കൊറേ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ആ വീട്ടിലിരുന്ന് വിനയേട്ടനും ഈ വീട്ടിലിരുന്ന് ഞാനും വെറുതെ നമ്മുടെ യൗവനം വേസ്റ്റ് ചെയ്യല്ലേ? ശരിയാണ്. എന്താവശ്യത്തിന്? നമുക്ക് സുഖമായി അടിപൊളിയായി ഒരുമിച്ച് ജീവിച്ചൂടെ? എല്ലാം സത്യാണ്. പിന്നെ ഒന്നും എന്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി രജിസ്റ്റർ മാരേജ് ചെയ്താലോ? നിങ്ങളുടെ അച്ഛനോടെ പോവാൻ പറ പ്ലീസ്. ലവ് യു, റിയലി ഐ ലവ് യു. എന്നെ ഒഴിവാക്കല്ലേ വിനയേട്ടാ. അയ്യോ, അച്ഛനെ എതിർക്കാനോ? അതൊരിക്കലുമില്ല. നിനക്കറിയാലോ അച്ഛൻ എത്ര കഷ്ടപ്പെട്ട എന്നെ ഇതുവരെ എത്തിച്ചതെന്ന്. അമ്മ മരിച്ചതിന് ശേഷം വേണമെങ്കിൽ അച്ഛനെ മറ്റൊരു വിവാഹം കഴിക്കായിരുന്നു. പക്ഷേ എന്നോടുള്ള സ്നേഹം കുറയരുതെന്ന് കരുതി മറ്റൊരു വിവാഹം ചെയ്തില്ല. ആണോ? ഓ, എന്ന് കരുതി നമ്മൾ കൂടുതൽ ഭരിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അച്ഛനമ്മമാരെ വേദനിപ്പിച്ച് നമ്മളൊന്നും ചെയ്യരുതെന്നാണ് എന്റെ പോളിസി. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാവുമല്ലോ അവർ ഓരോ തീരുമാനം എടുക്കുന്നേ. ഓ അങ്ങനെ. ശരി, വിട്ടേക്ക്. ഐ ആം സോറി. എന്നോട് ദേഷ്യം തോന്നരുത്, എന്നെ ശപിക്കരുത്. ഞാൻ മാക്സിമം ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ വിനേട്ടൻ പ്രശ്നമാക്കണ്ട. നോ പ്രോബ്ലം. നമ്മള് എപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിട്ട് തുടരുന്നു. പിന്നെ അതൊക്കെ വെരി ഗുഡ്. എന്നാ ശരി ട്ടോ. സ്നേഹം പഠിപ്പിച്ച ഹൃദയങ്ങൾ എന്നെ വേദന എന്തെന്ന് പഠിപ്പിച്ചു. ഹൃദയങ്ങൾ എന്നെ വേദന എന്തെന്ന് പഠിപ്പിച്ചു. മറക്കുവാൻ
മറക്കുവാൻ പഠിപ്പിച്ച ബന്ധങ്ങൾ എന്നെ വേദന എന്തെന്ന് പഠിപ്പിച്ചു. പിടിച്ചെടുത്ത സ്നേഹം പറിച്ചെടുത്ത പൂ പോലെ, പിടിച്ചെടുത്ത സ്നേഹം പറിച്ചെടുത്ത പൂ പോലെ. സ്നേഹം പഠിപ്പിച്ച ഹൃദയങ്ങൾ എന്നെ വേദന എന്തെന്ന് പഠിപ്പിച്ചു. മറക്കുവാൻ പഠിപ്പിച്ച ബന്ധങ്ങൾ എന്നെ വേദന എന്തെന്ന് പഠിപ്പിച്ചു. പിടിച്ചെടുത്ത സ്നേഹം പറിച്ചെടുത്ത പൂ പോലെ, പിടിച്ചെടുത്ത സ്നേഹം പറിച്ചെടുത്ത പൂ പോലെ. സ്നേഹത്തിനെ ദൂരം വേർപെടുത്തില്ല, ബന്ധങ്ങളെ കാലം മായ്ക്കുകയില്ല. പ്രണയത്തിൻ അനുഭൂതി സത്യമെങ്കിൽ, ശ്വാസത്തിൻ പ്രാണനായി തോന്നുമെങ്കിൽ, അവൾ നിന്റെ മാത്രമായി വന്നു ചേരും. അവൾ എന്നും സ്വന്തമായി കൂടെ പോരും. അവൾ നിന്റെ മാത്രമായി വന്നു ചേരും. അവൾ എന്നും സ്വന്തമായി കൂടെ പോരും. സ്നേഹം പഠിപ്പിച്ച ഹൃദയങ്ങൾ. ആ മെമ്പറെ, അയ്യോ വിനയ്, അവിടേക്ക് ഓടല്ലേ, ഇങ്ങോട്ട് വാ. പെട്ടെന്ന് ഞാൻ വിനയനെ കണ്ടില്ല കേട്ടോ. എന്താണ് വല്ല കടുവേനെ പുലിയെ കണ്ട പോലെയാണല്ലോ ഓടുന്നത്? അല്ല, നമ്മളെ പാലത്തിന് പണി എപ്പോഴാ തുടങ്ങുക? വിനയ, എനിക്ക് 1 മാസം കൂടി സമയം തരണം. ഈ 1 മാസം എന്നുള്ള എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്? 4 കൊല്ലായില്ലേ? വല്ലതും നടക്കുമോ? വിനയനീന്റെ സാങ്കേതിക ഭാഷ അറിയാലോ. ഓ, കോൺട്രാക്ടർമാരെയും രാഷ്ട്രീയക്കാരൊക്കെ ഒന്ന് സഹകരിക്കണ്ടേ? നടക്ക്. ആ കോൺട്രാക്ട് എടുത്തുനിന്ന് ഒരുപാട് ഭീഷണി എനിക്ക് കിട്ടുന്നുണ്ട്. അച്ഛനെത്തിയോ? എന്തു പറ്റി ലേറ്റായേ? നോക്കുമോളെ, ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയപ്പോ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ എഴുതിയിരുന്നല്ലോ. അതെ, ലാബിന്റെ റിസൾട്ട് വന്നു. ഞാനത് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോ എന്നിട്ട് പ്രഷറും ഷുഗറും ഒക്കെ കൂടുതലാ. പിന്നെ ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്നാ ഡോക്ടർ പറയുന്നേ. അച്ഛന്റെ പരിധി വിട്ട മദ്യപാന കാരണമാണ് വൃക്ക തകരാറിലായത്. വൃക്കയുടെ അസുഖം വഴി മറ്റുള്ള അസുഖങ്ങളിൽ തുടങ്ങി. വൃക്കയുടെ അസുഖവും മദ്യപാനമായി യാതൊരു ബന്ധമില്ല മോളെ. കഴിഞ്ഞ 4-5 കൊല്ലായി ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. അത് നീ മനസ്സിലാക്കണം. അതെ, ഇനി മദ്യം കഴിച്ചാൽ മരിച്ചു പോകുന്നു ഡോക്ടർ പച്ചയ്ക്ക് പറഞ്ഞപ്പോ അച്ഛന് ബോധം വന്നു. അതല്ലേ സത്യം? നീ പഴയ കഥയൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ വിവാഹം നടന്നിരിക്കണം. ഞാൻ കുറെ ആലോചനകളൊക്കെ നോക്കുന്നുണ്ടേ. എന്തിന്? എനിക്ക് ഈ മാസം 18 വയസ്സല്ലേ ഉള്ളൂ. എന്തിനാ ഇത്രയും പെട്ടെന്ന് വിവാഹം വേണം? നിനക്കറിയാലോ, എന്റെയും നിന്റെ അമ്മയുടെയും പ്രണയ വിവാഹമായിരുന്നു. അതെ, വിവാഹം കഴിഞ്ഞതോടെ 2 വീട്ടുകാരും ഞങ്ങളെ പുറത്താക്കി. അങ്ങനെയാണ് നമുക്കിപ്പോ ഒരു കുടുംബക്കാരും ഇല്ലാതായത്. ഓ, ഈ കുടുംബക്കാരില്ലാതെ തന്നെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചില്ലേ. നമ്മൾ ഇനിയും ഇങ്ങനെ തന്നെ ജീവിക്കും. വിവാഹക്കാര്യം വരുമ്പോ ഇത് അങ്ങനെയല്ല മോളെ. പിന്നെ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കാൻ ഒന്നെങ്കിൽ അച്ഛൻ വേണം, അല്ലെങ്കിൽ അമ്മ വേണം. നിനക്ക് ആ അമ്മയെ കൊണ്ട് ഒരു ഗുണവുമില്ല. സത്യം. പിന്നെ ഞാനും കൂടി മരിച്ച നിന്റെ വിവാഹം ഒരിക്കലും നടക്കില്ല. ഓ, അച്ഛനൊന്നും സംഭവിക്കുകയില്ല, ഞാൻ ഗ്യാരണ്ടി. അതങ്ങനെയല്ല മോളെ. എത്രയും പെട്ടെന്ന് നല്ലൊരു പയ്യനെ കണ്ടെത്തി ഈ വിവാഹം നടക്കണം. നിനക്ക് വേറെ ഡിമാൻഡൊന്നും ഇല്ലല്ലോ. ഓ, +2 മാന്യമായി തോറ്റി എനിക്ക് എന്ത് ഡിമാൻഡ്? പിന്നെ ഭർത്താവിന് വെള്ളോടിയും പോകലും ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. കൂടെ അച്ഛനെ സ്നേഹിക്കുകയും വേണം, പരിഗണിക്കുകയും വേണം. അങ്ങനെ ഒരാൾ മതി. അത് ശരിയാ. പിന്നെ ചിലപ്പോ അടുത്ത ദിവസം തന്നെ നിന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരും. പക്ഷെ നിന്റെ അമ്മയുടെ കാര്യം ചോദിച്ചാ ഒന്നും പറഞ്ഞേക്കരുത്. അമ്മ പ്രസവ സമയത്ത് തന്നെ മരിച്ചു എന്ന് പറഞ്ഞേക്കണം. പറയൂലേ? ഷോ, അമ്മ ചെറുപ്പത്തിൽ ഒളിച്ചോടി പോയി നമ്മളങ്ങനെ പറയും. നമുക്കത് നാണക്കേടാ. പക്ഷെ ഇവിടുത്തെ നാട്ടുകാരെങ്ങനെ പാര വെക്കൂ? ഒരിക്കലുമല്ല. നിന്റെ അമ്മയും കൊണ്ട് ഞാൻ ഒളിച്ചോടി വന്നത് ഇവിടേക്കല്ല, കുറച്ചു ദൂരെയാ. അവിടെ വെച്ചാ അവള് നിന്നെ ഉപേക്ഷിച്ചു പോയത്. ദുഷ്ട. പക്ഷെ ഈ വീടിന് ചുറ്റുമുള്ള ആർക്കും ഈ കഥയൊന്നും അറിയില്ല. നിന്റെ അമ്മ പണ്ടേ മരിച്ചു എന്നാ ഞാൻ എല്ലാരോടും പറഞ്ഞു. അതാണ് ബുദ്ധി.
പക്ഷേ വിവാഹശേഷം അവര് സത്യം പറഞ്ഞാ പ്രശ്നമാവോ? മോളെ, വിവാഹം കഴിഞ്ഞിട്ട് സത്യം അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് പോയിന്റ്. പക്ഷെ അതുവരെ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ രഹസ്യമായി നമുക്ക് ഈ വിവാഹം നടത്തണം. സമൂഹ മാധ്യമങ്ങളിലൊന്നും നീ വിവാഹ കാര്യം പറയരുത്. ഈ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതിലൊന്നും എനിക്ക് അക്കൗണ്ട് ഇല്ല. അതുകൊണ്ട് നോ പ്രോബ്ലം. ഈ കാര്യം പറയാൻ വേണ്ടി താൻ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? MLA ഒരു കാര്യം മനസ്സിലാക്കണം. ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് പാലം തറന്നു. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം കോൺട്രാക്ട് ഇല്ലേ? അധികം ധാർമ്മികതയുടെ കാര്യമൊന്നും താൻ പറയണ്ട. നിങ്ങൾ എന്തിനാ കണ്ട ക്രിമിനൽസിനെയൊക്കെ ന്യായീകരിക്കുന്നത്? കൈക്കൂലി വാങ്ങിച്ചതിന്റെ നന്ദി കാണിക്കണല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ കൈക്കൂലി വാങ്ങുന്നത് താൻ കണ്ടോ? സർ, ലേറ്റായി. ഉദ്ഘാടന സമയമായി, നമുക്ക് പോവാം. ഈ നാശങ്ങളെ ഒന്ന് ഒഴിവാക്കട്ടെ. 5 വർഷം മുമ്പ് പാലം തകർന്നപ്പോ സർക്കാർ ഉടനെ തന്നെ പുതുതായി പാലം ഉണ്ടാക്കാൻ ഫണ്ട് തരാന്ന് പറഞ്ഞതാ. ഓ പിന്നെ അന്ന് നീയും അവിടുത്തെ വിവരം കെട്ട നാട്ടുകാരും സമ്മതിച്ചില്ല. അതിപ്പോ ഞങ്ങള് അടയ്ക്കുന്ന ടാക്സ് കൊണ്ട് തന്നെ ഇനി വീണ്ടും ഉണ്ടാക്കണ്ടേ? അത് പാലം ഉണ്ടാക്കിയവൻ തന്നെയല്ലേ അതിന്റെ ഉത്തരവാദി. കോൺട്രാക്ടറുടെ പണം കൊണ്ട് തന്നെ പാലം ഉണ്ടാക്കണം. കോൺട്രാക്ടറെയും മന്ത്രിയൊന്നും തൊട്ട് കളിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും പാലം കിട്ടുകയല്ല. ഓ പിന്നെ പാലം കോപ്പൊന്നും വേണ്ടടോ. നീയും നിന്റെ നാട്ടുകാരും അനുഭവിക്ക്. ശരി. അപ്പൊ എല്ലാ ക്രിമിനൽസിനെയും നിങ്ങൾ സംരക്ഷിക്കുമല്ലേ? അതാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഓ എന്താ കണ്ടാച്ചാ കൂട്ടി നോക്കാം. സർ, നമുക്ക് പോവാം സർ. മനുഷ്യരെ സമയങ്ങളെയായിട്ട് ഓരോരുത്തർ. നമ്മളിനി എന്ത് ചെയ്യും? MLA വെറും തരികിടയാ. നോക്കാം നമുക്ക്. നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചിട്ട് ഇനി അവരോടൊക്കെ എന്താ പറയാ? നാട്ടുകാരുടെ ടാക്സ് ആണ് നീ നശിപ്പിച്ചത്. അത് ഞങ്ങൾ സമ്മതിക്കൂല. ഇന്നത്തോടൊരു തീരുമാനമാക്കണം. തീരുമാനമാക്കിയേ ഞങ്ങൾ പോകും. 5 കോടി രൂപ ചെലവാക്കി ഞങ്ങൾ ഒരു പാലം പണി. ഉദ്ഘാടനം കഴിഞ്ഞ ഒരു മാസമായപ്പോഴേക്കും അത് പൊളിഞ്ഞു വീണു. അയ്യോ, ആ ഏരിയയിലെ മണ്ണിന്റെ കുഴപ്പാ. ആണോ? അതാണ് സത്യം. അതെ, കേരളത്തിന് മാത്രമല്ല, അതെ, ലോകം മുഴുവനും പ്രളയമുണ്ടായിട്ടും ഭൂമി കുലുക്കുണ്ടായിട്ടും എത്ര ബിൽഡിങ്ങാണ് തകർന്നു വീണത്. അതിനാർക്കും കുഴപ്പമില്ല. അതെ 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 അതെ. ഒരു പാലം തകർന്നേനാണോ? അതാണ് ഇപ്പൊ ഇവരുടെ പ്രശ്നം. അതിന് നിങ്ങളുടെ പാലം തകർന്ന ദിവസം ഇവിടെ വല്ല പ്രളയോ ഭൂമി കുലുക്കുണ്ടാക്കിനോ? അതെ അതെ അതെ. അതൊന്നും എൻ്റെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. മനസ്സിലായില്ലേ? സർക്കാർ വീണ്ടും പുതിയ ബ്രിഡ്ജ് അനുവദിച്ചാൽ അത് ഏറ്റെടുത്ത് നടത്താൻ ഞാൻ റെഡിയാ. ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. കോടതിയിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കാണാം. അതിന്റെ റിസൾട്ട് അങ്ങ് വരട്ടെ. ആ കേസിലൊക്കെ നിങ്ങൾ തോൽക്കും, നോക്കിക്കോ. വെറുതെ ഈ പാവപ്പെട്ട നാട്ടുകാരുടെ പൈസ കണ്ട വക്കീലന്മാരെ കൊടുക്കുകയാണ്. അതിൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? നിന്റെ പൈസ കൊണ്ട് നിന്നെ കൊണ്ട് തന്നെ പാലം ഞങ്ങൾ പണിയിപ്പിക്കും. നിന്നെ ഞങ്ങൾ ജയിലിൽ കയറ്റും. നോക്കു വിനേട്ടാ, ഇവർക്ക് ഇങ്ങനത്തെ പണിയൊന്നും കൊടുത്താൽ പോരാ, ഇതിനെക്കാട്ടും വലിയ പണി കൊടുക്കണം. അതെ, കോടതിയിൽ വെച്ച് തന്നെ കാണാം. ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി. കോടതിയേ നടക്കട്ടെ. ഇവനെയൊന്നും ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഈ നാട്ടുകാരൊക്കെ ഇളക്കി വിടുന്നതേ ആ വിനയനാ. അതെ, അവനെ അന്നേ ഒതുക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ നീ അത് കേട്ടില്ല. എടാ, ഞാൻ നാട്ടുകാരെ വെറുതെ പ്രകോപിപ്പിക്കണമെന്ന് കരുതിയിട്ടാ. ഓ പിന്നെ. പക്ഷേ ഇപ്പോ ഈ അവസാന നിമിഷത്തിലെങ്കിലും അത് ചെയ്യണം. അതെ. ഇനി എവിടത്തേക്കാ ഇവരൊക്കെ വെച്ചിരിക്കുന്നത്? ഇനി ഒരു പണി കൊടുക്കണം. കൊടുക്കണം. പക്ഷേ വാ, ഒന്നിനൊരു തെളിവുണ്ടാവരുത്. വിനയം തീർന്നാൽ ആ കേസും തീരും. അച്ഛൻ എന്തൊരു കാര്യം എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. അതെ, നിന്റെ വിവാഹത്തിന് നല്ലൊരു കുട്ടി ശരിയായിട്ടുണ്ട്. ആണോ? എങ്ങനെ? നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണോ? വിദ്യാഭ്യാസം +2 ആ. +2? എടാ, ആകെ 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സിനിടയിൽ ഒരാൾക്ക് PhD-യും WM ഒക്കെ എടുക്കാൻ കഴിയുമോ? ഇത്രയും ചെറിയ കുട്ടിയാണോ? നോക്കച്ചാ, ഒരു 25 വയസ്സൊക്കെയുള്ള പക്വതയുള്ള ഒരു കുട്ടിയെ നോക്കുന്നല്ലേ നല്ലേ? എടാ, പ്രായം കുറയുന്നത് നല്ലതല്ലേ? എന്തോ എനിക്ക് അഭിപ്രായം ഇല്ലേ? നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. എടാ, അവളുടെ അച്ഛനെ നമ്മുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാ. വലിയ കാര്യമായിപ്പോയി. ഒരേ പാർട്ടിക്കാരാകുമ്പോൾ ഒരേ ചിന്തയും ഒരേ സ്വഭാവമായിരിക്കും. വല്ലാത്തൊരു കണ്ടുപിടുത്താണേ. ഞാനിപ്പോ എന്താ വേണ്ടേ? നീ നാളെ പെണ്ണ് കാണാൻ വരുന്നു, അത്ര തന്നെ. മനസ്സിലായോ?
എല്ലാവരുടെ വീട് ഇവിടേക്ക് തന്നെയാണോ? ആ, ഇവിടെ അടുത്തൊക്കെ തന്നെയാ. ആ കുട്ടിയെ നോക്ക്, തീരെ കുഞ്ഞുകുട്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ 18 വയസ്സുള്ള കുട്ടീനെ നോക്കണ്ടെന്ന്. കാര്യം ആ കുട്ടിയെ കാണാൻ രസമുണ്ട്, പക്ഷേ മിണ്ടാതിരിയടാ അവൻ്റെ ഒരു പറഞ്ഞിട്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവനൊരു മകനേ ഉള്ളൂ. ഇവന് പുകവലിയും മദ്യപാനം ഒരു ദുശീലങ്ങളും ഇല്ല. പഠിക്കാനും പിടിക്കാനായിരുന്നു. M.Com MBA. ഞാനിവനെ സർക്കാർ ജോലിക്കൊന്നും വിട്ടില്ല. ഞങ്ങൾക്ക് 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതെല്ലാം നോക്കി നടത്താൻ തന്നെ വലിയ പണിയാ. എന്റെ മോള് പഠനത്തിൽ കുറച്ച് പുറകിലാ. പക്ഷെ എന്തിനാ ഉൾക്കൊള്ളുന്ന സ്വഭാവം അവളുടേത്. അനാവശ്യമായ ഒരു ചീത്തപ്പേര് അവളുടെ പേരിലില്ല. അപ്പോ അഞ്ജലിയുടെ അമ്മ അവളുടെ പ്രസവത്തിൽ തന്നെ അമ്മ മരിച്ചു. ആ പറയുന്നത് നോക്ക്, അവളുടെ അമ്മ മരിച്ചു. ഇങ്ങനെ ഈ മനുഷ്യർ കള്ളം പറയില്ലേ? ഓളെ തള്ള ചക്കച്ചോള പോലെ ഓടി നടക്കുന്നുണ്ട്. എന്നിട്ടും വിനയന് അഞ്ജലി ഇഷ്ടമായെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടത്തിക്കൂടെ? നിശ്ചയമൊന്നും വേണമെന്നില്ല. നാട്ടിലിപ്പോൾ കൊറോണ വന്ന് നിൽക്കുന്ന സമയം. കല്യാണ ചടങ്ങിനൊക്കെ ഇപ്പോൾ 20 പേരിൽ കൂടാൻ പാടില്ല എന്നാണ് സർക്കാർ ഉത്തരവ്. അല്ല, എൻ്റെ ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം കല്യാണം നടത്തിയാൽ പോരെ? നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത്? കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. അതെ, ഞാൻ ഈ ജാതകത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അതൊക്കെ കുറച്ചു പേർക്ക് കഞ്ഞി കുടിച്ചു പോകാനുള്ള ഏർപ്പാടാന്നേ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അഞ്ജലിയുടെ ജാതകക്കുറിപ്പൊന്നും വേണം. വെറുതെ ഒരു രസത്തിനാന്നേ. ഓ, അതിനെന്താ, തരാലോ. എന്നാലും അവള് ചെയ്തത് ശരിയായില്ലല്ലോ. ഇത് അങ്ങനെ വിട്ടാ പറ്റൂല. അച്ഛനും പണി നമുക്ക് കൊടുക്കാം. അവന്മാർക്കുള്ള പണി നമുക്ക് കൊടുക്കണം. ഈ കല്യാണം മുടക്കണം. അതിനുള്ള പണി ഞാൻ ചെയ്യാം. എടിയെ, നീ അറിഞ്ഞാ എന്ത് കല്യാണമാണെന്ന്? ആരുടെ? ആ അഞ്ജലിയുടെ. എവിടുന്ന് കിട്ടുന്നോ ഈ ചെറുക്കന്മാരെയൊക്കെ? അവൾ ഈ അയൽവക്കത്ത് ആകെ 4 പേരെ വിളിച്ചിട്ടുള്ളൂ. ആണോ? പക്ക പിശുക്കന്മാരാണെന്നേ. ഒരു കല്യാണ കത്ത് പോലും അടിച്ചിട്ടില്ല. അവള് സ്വന്തം തള്ളയെ പോലും വിളിച്ചിട്ടില്ല. പിന്നെയാ നാട്ടുകാരെ വിളിക്കാൻ പോകുന്നേ. അമ്മ ചെറുപ്പത്തിലെ മരിച്ചു എന്നാ അവളും തന്റെ ചെറുക്കന്റെ വീട്ടുകാരോട് പറഞ്ഞു കൊടുത്തേക്കണേ. കഷ്ടം. ആ അഞ്ജലിക്കൊന്നും ഇത്രയും ബോധമില്ലേ? ആ അച്ഛനും മോളും എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അതാണ് സത്യം. അതാണ് ആരോടും പറയാതെ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. ചെക്കൻ എന്തോ വലിയ പണക്കാരനാണെന്ന് കേട്ടത്. 2 സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ കൊച്ചിനൊരു കല്യാണം ആലോചിക്കാൻ പോയിട്ട് ചട്ടനും കള്ളുകുടിയനും വാടക വീട്ടിൽ താമസിക്കുന്നവനും കൂലിപ്പണിക്കാരും. ഇവൾക്കൊക്കെ ഇത് എങ്ങനെ കിട്ടും? അവക്ക് നല്ല തൊലിവെളുപ്പുണ്ട്. അവള് ചെറുക്കനെ വളച്ചെന്നാ കേട്ടത്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അച്ഛന്റെ മോടെ സ്വഭാവം വെച്ചിട്ട് എത്ര കാലം ഇത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. നമുക്ക് കാണാം. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയണേ. ഹലോ, സൂപ്പർ മാർക്കറ്റ്. ആ, എന്തായാലും ഒരു കാര്യം പറയട്ടെ. ഒന്ന് വരുമോ? യെസ്. നിങ്ങളൊക്കെ ആരാ വരുന്നു? നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന അഞ്ജലിന്റെ നാട്ടുകാരാണ് ഞങ്ങൾ. സീരിയസ് കാര്യങ്ങൾ അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ കല്യാണം മുടക്കികളല്ല. അല്ല, മനസ്സിലായില്ലേ? നിങ്ങൾ വളച്ചു കിട്ടാതെ കാര്യം പറയൂ. എന്താണ് വിഷയം? നിങ്ങള് അഞ്ജലിയുടെ കല്യാണത്തിന് എത്രയും പെട്ടെന്ന് പിന്മാറണം. ഓ, അവളുടെ അച്ഛൻ നിങ്ങൾ വിചാരിക്കും പോലെ ആളല്ല. പക്കാ തല്ലിപ്പൊളിയാ. അങ്ങേര് 24 മണിക്കൂറും വെള്ള. ബെസ്റ്റ് നാട്ടുകാരാണ്. പണ്ടൊക്കെ മദ്യം ഓവറായിട്ട് കഴിച്ചിട്ട് അയാള് റോഡിലൊക്കെയാ കിടക്കല്. ഓ, തീരെ കൾച്ചറില്ലാത്തൊരു മനുഷ്യനാന്ന്. നിങ്ങളെ പോലുള്ള ഒരു തറവാടി ഇതുപോലത്തുള്ള തറ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നത്. ഞാനതിന് അച്ഛനല്ലല്ലോ മകളെ അല്ലേ വിവാഹം കഴിക്കുന്നത്. അപ്പോ കല്യാണം കഴിക്കാൻ പോകുന്ന അഞ്ജലിന്റെ സ്വഭാവം എങ്ങനെയുണ്ട് നോക്കിയാ പോരെ? ആ, 10 ഗുണം 10 ഗുണം. അതെ, ആ തല്ലിപ്പൊളിയായി നടക്കുന്ന ബാബുവിന്റെ മോളല്ലേ? ആ നിലവാരമൊക്കെ പ്രതീക്ഷിച്ചാ മതി. ആ അഞ്ജലിന്റെ സ്വഭാവം വളരെ മോശ. നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുതേ. അവളൊക്കെ കല്യാണം കഴിച്ചാ നിങ്ങൾ കുടുങ്ങിപ്പോകും. സ്വഭാവം മോശമാണെന്ന് വളരെ ആധികാരികമായിട്ട് പറയുമ്പോ 18 വയസ്സിനിടയിൽ അവളെന്താ കുറെ ആണുങ്ങൾ കൂടെ ഒളിച്ചോടി പോയിട്ടോ? നാക്കിന് എല്ലില്ലാൻ വിചാരിച്ച എന്തെങ്കിലും വിളിച്ചു പോരുതിട്ടോ. അടിച്ച് പല്ല ഞാൻ കൊഴിക്കും. അല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അയ്യോ, ഇത്ര പെട്ടെന്ന് അഞ്ജലിന്റെ സ്വഭാവം നന്നായോ? പക്ഷെ അവള് ഭയങ്കര അഹങ്കാരിയാ. അതെ, നാട്ടില് അവൾക്കോ അവളുടെ അച്ഛനോ ഒരു സുഹൃത്ത് പോലും ഇല്ല. അതെ അതെ
ഇവരെ പ്രശ്നം? അവരെയൊന്നും ആർക്കും ഇഷ്ടമല്ല. അതാണ് സത്യം. ഞാൻ അച്ഛനൊന്ന് ഒരാളെ വിളിച്ചിട്ടുള്ളൂ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിച്ചിരിക്കും. ഞങ്ങളാരും കല്യാണം മുടക്കികളല്ല. അല്ല. ഓ, മനസ്സിലായി. നിങ്ങളാരും കല്യാണം മുടക്കികളല്ല എന്ന്. ഇറങ്ങി പോടാ അവിടുന്ന്. പക്ഷെ നിങ്ങളുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇത്രയും പൈസയും മുടക്കി ഇന്നത്തെ പണിയും കളഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടെ വരെ വന്നത്. പക്ക പാരകളാട്ടാ. നിങ്ങൾ അഞ്ജലിയുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറണം. അല്ലെങ്കിൽ ഭാവിയിൽ കുറെ പശ്ചാത്തപിക്കേണ്ടി വരും. അതെ, അതാണ്. ആ, അത് ഞാനങ്ങ് സഹിച്ചു. ഇവളെക്കാൾ സൗന്ദര്യവും വിദ്യാഭ്യാസവും പണമുള്ള പോലെ പെൺകുട്ടികളെ നിങ്ങൾ ശരിയായി തരാം. പ്ലീസ്, നിങ്ങൾ അഞ്ജലി വിവാഹം കഴിക്കരുത്. രണ്ടെണ്ണങ്ങ് പൊട്ടിച്ചാലോ? എന്തൊരു കഷ്ടാണ്. ഞങ്ങൾ പറഞ്ഞ സത്യാണ്. അതെ, ഞങ്ങൾ പറഞ്ഞതിന് തെളിവുണ്ട്. നിങ്ങൾ ആ നാട്ടിൽ ആരോട് വേണമെങ്കിൽ ചോദിച്ചോ. ചോദിച്ചു നോക്കി. ഞങ്ങളാരും കല്യാണം മുടക്കികളല്ല. മനസ്സിലായി. ഇറങ്ങി പോടാ. ഹലോ, അവിടെ നിൽക്ക്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് കേട്ടിട്ട് പോ. ഇങ്ങോട്ട് വാ. എന്താ കാര്യം? മാത്രവുമല്ല, അവൾക്കൊരു അമ്മയുണ്ട്. അവൾക്ക് അമ്മയല്ല, അമ്മൂമ്മയുള്ളത്. അതും ചീറ്റിപ്പോയല്ലോ. അളി ഇനി എന്ത് ചെയ്യും? ദേ, ഇനിയും കല്യാണം മുടക്കാനായി ഇവിടെ വന്നാ ഞാനെന്തേ ചെയ്തു പോട്ടോ. ഇയാളോട് പറഞ്ഞിട്ട് പണി പോയത് മെച്ചം. സഹോദര, ഞങ്ങളാരും കല്യാണം മുടക്കികളല്ല. അനുഭവിച്ചോട്ടെ.